സാറിന് ഒരു ഷാഡോ പോലെ തീർച്ചയായും സാറിൻ്റെ പിറകിൽ ഒരു സപ്പോർട്ടീവായിട്ടുണ്ടല്ലേ? He has worked in the front, I have worked at the back, but we both have worked as a team. And when I joined, it was only one store. Now we have 9 stores. 9 stores. തീർച്ചയായും സാറിൻ്റെ അടുത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരുപാട് ഇന്ന് ഔട്ട്ലെറ്റുകളുടെ കാലമാണ്. കാരണം ഒരു നല്ലൊരു ബ്രാൻഡ് നെയിമിനെ ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇതിൽ അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സെയിൽസ് ഇന്ത്യയുടെ ഏതെങ്കിലും ഔട്ട്ലെറ്റുകൾ സാർ കൊടുക്കാറുണ്ടോ? ഏതെങ്കിലും ഫ്രാഞ്ചൈസി പോലെയോ മുമ്പ് കൊടുത്തില്ല? ഞങ്ങൾ ആദ്യം ഒരു ഫ്രാഞ്ചൈസി ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള എല്ലാ സ്റ്റോറും ഞങ്ങളുടെ സ്വന്തം തന്നെയാണ്. തീർച്ചയായും സാർ, ഇവിടെ വളരെ പ്രമുഖരായ ഒരുപാട് പേര്, മൊറാർജി ദേശായി പോലുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരായ മൊറാർജി ദേശായി, ചന്ദ്രശേഖർ, നമ്മുടെ മുൻ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ, മുൻ പ്രധാനമന്ത്രി അന്തരിച്ച രാജീവ് ഗാന്ധി, ഇങ്ങനെ ഒരുപാട് പ്രമുഖരുമായിട്ട് സാർ വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട് സാറിന്. ഇവിടുത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് തന്നെ വളരെ നല്ല റിലേഷനാണ് സാർ കീപ്പ് ചെയ്യുന്നത്. അവരുമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പറയാമോ സാർ? ഞാൻ പൊളിറ്റിക്കലി ഒരു ആരോടെയും കൂടെ ചേർന്ന് ലീഡ് ചെയ്തിട്ടില്ല. അതേസമയം എല്ലാവരുടെ കൂടെയും എപ്പോൾ സാഹചര്യം കിട്ടുമ്പോൾ എല്ലാവരെയും കാണാനും പോയി കാണാനും എന്തെങ്കിലും ചെയ്യാനും അവരെയൊക്കെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് വല്ല ഫങ്ഷനിലൊക്കെ വിളിക്കാനും അവരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ ആരും വെളിയിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നാൽ സെയിൽസ് ഇന്ത്യ ഈസ് എ വെരി നോൺ പ്ലേസ്. ഒരു ലാൻഡ്മാർക്കാണ്. അവരെന്നെ പറ്റി ചോദിക്കും. തീർച്ചയായും ആരെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രവർത്തകർ ആരാന്ന് ചോദിച്ച്, അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ആരൊക്കെ വന്നാലും അവരൊക്കെ ഇവിടെ തീർച്ചയായും ഇവിടെ വരാറുണ്ട്. സാറ് ഓർക്കുന്ന ഒരു വയലാർജി, രവി ഇവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സാറിന് യാതൊരു ബന്ധവും? കാരണം എല്ലാവരും സുഹൃത്തുക്കളാണ്. I don't involve in politics, but everybody is close friends of mine. 1991 നവംബർ മാസത്തിൽ രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പതൂരിൽ കൊല്ലപ്പെടുകയാണ്. പക്ഷേ തലേ ദിവസം സാറുമായിട്ടൊരു സപ്പർ കഴിച്ചിട്ടാണ്. അതിൻ്റെ തലേ ദിവസം രാജീവ് ഗാന്ധി അഹമ്മദാബാദിലുണ്ടായിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഡിന്നർ ഞങ്ങൾ കൂടിയിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. എന്താണ് തോന്നുമ്പോൾ ഞങ്ങൾ വളരെ ഫീൽ ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ വേദന സാറിന്. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കണ്ട് സംസാരിച്ച ഒരാള് ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സപ്പർ പോലും അന്ന് തന്നെ അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പറയുകയാണെങ്കിൽ ഒരു വല്ലാത്തൊരു വേദന സാറിന് നൽകി എന്നുള്ളതാണ്. സാർ ഇത്രയും ഒക്കെ പ്രമുഖ വ്യക്തികളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് സാറിന്. കാരണം വളരെ നന്നായിട്ട് തീർച്ചയായും ഒരു മലയാളിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം. കാരണം മലയാളി എവിടെ ചെന്നാലും നമ്മുടെ മലയാളികളുടെ ഒരു പ്രസൻസ് തീർച്ചയായും. പക്ഷേ സാറിന് വളരെ നന്നായിട്ട് ഗുജറാത്തിയും നന്നായിട്ട് അറിയാം. ഇവിടുത്തെ ഗുജറാത്തി ഭാഷ പോലും സാർ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് സാർ. അത് ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു സ്ഥാനത്തുള്ള ഒരാളായിരുന്നു. അത് എല്ലാവർക്കും ആ വിചാരമുണ്ട്. തീർച്ചയായും എല്ലാവരോടും ഞാൻ എല്ലാ രീതിയിലുള്ള സോഷ്യൽ ഫങ്ഷൻ ആയാലോ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയാലോ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലായിടത്തും പങ്കെടുക്കും. ഒരുപാട് ഇവിടുത്തെ ഒരു ലോക്കൽ ആൾക്കാരുടെ എല്ലാ ഫങ്ഷൻസിനും എല്ലാപ്പോഴും ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ സൊസൈറ്റിയായിട്ട് നല്ല ബന്ധം തീർച്ചയായും കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നെ അറിയും. തീർച്ചയായും ഗുജറാത്തിലെ എല്ലാവരും എന്നെ പേഴ്സണലായിട്ട് അറിയാം. തീർച്ചയായും അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഞങ്ങൾ വന്നത്, കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, കാരണം എന്ന് വെച്ചാൽ വന്നപ്പോൾ ജോൺ ജി വർഗീസ് എന്ന ആളിനെ കുറിച്ച്, കാരണം നിങ്ങൾ മലയാളി അന്വേഷിക്കേണ്ട അവിടെ ആളുണ്ട് എന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ തീർച്ചയായും അത്രയും ഒരു പേര് കിട്ടുക എന്ന് പറയുന്നത് നേരിട്ട് നമ്മൾ വന്ന് കാണുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുപോലെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വന്നാൽ എന്നെ കൊണ്ട് കഴിയുന്നെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും മലയാളിയൊക്കെ ആയിരുന്നാലും അല്ലാത്തവരായാലും ഏത് രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്തു കൊടുക്കുക. കാരണം സാറിൻ്റെ ഒരു അതെ അതെ ആ വൈബ്രന്റ് ഗുജറാത്തിനെ കുറിച്ച് സാറിൻ്റെ കൺസെപ്റ്റിൽ എങ്ങനെയാണ് അത്? ആക്ച്വലി വൈബ്രന്റ് ഗുജറാത്ത്
ഈ ഇത് 5ാമത്തെ വയസ്സിലാണ് ഗുജറാത്ത് തീർച്ചയായും നല്ലൊരു ഈവൻസ് ആയിട്ട് നടത്തിക്കൊണ്ടത്. ഞങ്ങളുടെ ചീഫ് മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ബുദ്ധിപൂർവമായിട്ട് ഇൻഡസ്ട്രിയലിസ്റ്റിനെയും ബിസിനസ്സുകാരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ സംസ്ഥാനത്ത് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമോ അത് അദ്ദേഹം ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യും. എന്നിട്ട് ഈ ആൾക്കാർക്ക് ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും അദ്ദേഹം ഈ സ്റ്റേറ്റിൽ ശാന്തമായി ജീവിക്കാനും നല്ല രീതിയിൽ ലോ ആൻഡ് ഓർഡർ ഉണ്ടെന്നും യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് കാണില്ലെന്നും എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവരെ എല്ലാം മുന്നോട്ട്. തീർച്ചയായും ആ അട്രാക്ഷനിലാണ് ഈ ആൾക്കാരെല്ലാം ഇവിടെ വരുന്നത്. അതനുസരിച്ച് നല്ല രീതിയിൽ ഇൻഡസ്ട്രിയും ബിസിനസ്സും ഇവിടെ വികസിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചീഫ് മിനിസ്റ്റർ വളരെ ആക്റ്റീവാണ്, ബുദ്ധിപൂർവമായിട്ട് ഈ എല്ലാവരെയും ശരിക്കും ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. വളരെ ഇറ്റ് ഈസ് എ വെരി റിയൽ ഗുഡ് തിങ് ഫോർ ദി പീപ്പിൾ ഓഫ് ഗുജറാത്ത്. തീർച്ചയായും ഇവിടെ ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. ഇവിടെ ഒരു വഴക്കോ ശല്യമോ യൂണിയന്റെ ശല്യമോ ഇല്ല, ബന്ദില്ല, ഹർത്താലില്ല, ഒരു നോ സ്ട്രൈക്ക്, നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. വി ആർ ഓൾ ലിവിങ് ഇൻ പീസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ കേട്ട്, കാരണം നമ്മുടെ വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞു രാത്രി 12 മണിക്ക് ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായിട്ട് നടന്നു പോകാൻ പോലും. യു ആർ വെരി സേഫ്, വെരി സേഫ്. Women are safe. Nobody will touch. കാരണം അത്രയ്ക്കും വളരെ സേഫാണ്. തീർച്ചയായും ഈ ഒരു കാരണം മറ്റു ഇപ്പം തന്നെ നോക്കിയോ BRT അതുപോലെയുള്ള ബസ് സർവീസുകളുടെ റോഡുകളുടെ കാര്യം വളരെ വളരെ ഫാസ്റ്റ് ഡെവലപ്മെന്റ്. തീർച്ചയായും സാർ ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിൽ പോലും സാറ് വളരെ ശ്രദ്ധേയനാണ്. കാരണം ഒരു വ്യവസായി എന്നതിലുപരി, കാരണം ഒരു ബിസിനസ് ആയിട്ടല്ല സാർ വിദ്യാഭ്യാസത്തെ കാണുന്നത്. തീർച്ചയായും ഒരുപാട് കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷനിൽ സാറ് JG എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ മൊത്തത്തിൽ വളരെ 17 സെൻറ്ററുകൾ 17 കോളേജുകൾ സാറിൻ്റെ ഇതിലുണ്ട്. സാർ നേതൃത്വം കൊടുക്കുന്നു. കാരണം ഞങ്ങൾ ഇന്നലെ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. തീർച്ചയായും വെരി നൈസ്. കാരണം ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ. കാരണം ഒരു സ്പോർട്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ എത്ര സിസ്റ്റമാറ്റിക് ആണെന്ന് ഞങ്ങൾക്കത് നോക്കി നിന്ന് കണ്ടു. കാരണം ഇതുപോലെ ഒരു ഇന്ത്യയിൽ ഒരിടത്തും ഒരു സിസ്റ്റമാറ്റിക് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും സിറ്റി ഇത്ര ഇന്ന് ആൾ ഓവർ ഗുജറാത്തിലെ ഓരോ ടീമും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അത് എങ്ങനെയായിരുന്നു സാർ ഈ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഓൺലി ഓൺ ദ നെയിം ഓഫ് ജോൺ G. വർഗീസ് ഇത്രയും ഡെവലപ്പ് ചെയ്യുന്ന, ഇത്രയും സ്കൂൾ എഡ്യൂക്കേഷനിൽ ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് തന്നെ സാറെന്ന് പറയുന്ന ഒറ്റ ഒരാൾ കാരണം. ആ എഡ്യൂക്കേഷണൽ സെക്ടറിലേക്ക് സാർ വരാനുണ്ടായ സാഹചര്യം എന്താണ് സാർ? ആക്ച്വലി ഞങ്ങളുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിലെ കുറച്ച് ആൾക്കാർ ഒരു ചെറിയ സംസ്ഥാനം ഏഷ്യ എന്ന പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നു. ഒരു ചെറിയ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നു. അവർ 1991-92 they were finding it difficult to financial crisis ആയിട്ട് they were finding it difficult to carry on with the small school. അവരെല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്ന് നിർബന്ധിച്ച് എന്നെ ഏൽപ്പിച്ചെടുത്താണ് ഇത് നിങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തത്. പിന്നെ ഞാൻ എന്ത് തുടങ്ങിയാലും ഐ ഹാവ് എ ഫീലിംഗ് ഐ ഷുഡ് ഡു ഇറ്റ് വെരി വെൽ. തീർച്ചയായും ഐ തിങ്ക് ബിഗ്, ഓൾവേസ് തിങ്ക് ബിഗ് ഓർ ഡൂയിങ് ബിഗ് തിങ്സ്. അങ്ങനെ ആയിട്ട് ഈ ചെറിയ സ്കൂളിൽ എടുത്തിട്ട് അവിടെ തന്നെ അടുത്തുള്ള വസ്തുക്കളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് വലിയ ബിൽഡിങ്ങുകളാക്കി. പിന്നെ സ്കൂള്, ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് കോളേജുകൾ തുടങ്ങി. കോളേജിൽ എനിക്ക് തോന്നുന്നു ആദ്യം കൊമേഴ്സ് കോളേജ് തുടങ്ങി, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങി. അങ്ങനെ B.Ed ആയി, PTC ആയി, നഴ്സിംഗ് ആയി, ഫിസിയോതെറാപ്പി ആയി, അങ്ങനെ എല്ലാ ഡിവിഷനും പെർഫോമിംഗ് ആർട്സ് ഉണ്ട്. 17 കോളേജസ്. ഇനി കോളേജ് ഗുജറാത്തിലെ ഒരേ ഒരു കോളേജ് MSc നഴ്സിംഗ് ഉള്ളത് എന്നുള്ള ഒരു ഇതാണ്. അതുപോലെ പെർഫോമിംഗ് ആർട്സും ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ഒൺലി കോളേജ് ഡൂയിങ് ഡിഗ്രി ആൻഡ് പോസ്റ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓൾസോ പെർഫോമിംഗ് ആർട്സ്. ഇതൊക്കെ ഇറ്റ്സ് എ വെരി ബിഗ് അച്ചീവ്മെൻറ്റ്. ഐ എം വെരി ഹാപ്പി.